നമുക്ക് അധികപ്പറ്റ, വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മളൊന്നും അധികപ്പറ്റ. കാരണം എന്തെന്നറിയോ? പണമില്ലാത്തതിന്റെ സ്വാധീനത. പണം എല്ലാ സ്ഥലത്തും രാജാവാണ്. കുടുംബ ബന്ധങ്ങളിലും രാജാവാണ്, സൗഹാർദ്ദ ബന്ധങ്ങളിലും രാജാവാണ്, അയൽപക്ക ബന്ധങ്ങളിലും രാജാവാണ്, അടുത്തുള്ള സുഹൃത്ത് ബന്ധങ്ങളിലും രാജാവാണ്. പണത്തിന്റെ മൂലധനത്തിന്റെ രേഖ ഇന്ന് സൗഹാർദ്ദമുള്ളൂ, കുടുംബ ബന്ധങ്ങളുള്ളൂ, ആത്മാഭിമാനങ്ങളുള്ളൂ, വല്ലാതെ കൂട്ടുകാരുള്ളൂ. പണമില്ലാത്തവന് കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, സഹോദരങ്ങളില്ല. എല്ലാം അവിടെ ഒരു മറയ്ക്കുള്ളിൽ മാത്രം. അവിടെ കുടുംബം, എന്റെ കുടുംബത്തിൽ തലയിടുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന സമൂഹമായി സഹോദരങ്ങളെ മാറുന്നു. അങ്ങനെയുള്ള വർത്താനങ്ങളിലേക്ക് പോകുന്ന ആ ഓരോ സമൂഹങ്ങളും സമുദായങ്ങളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പവറാണ് ഇവിടെയും, അധികാരമാണ്. എല്ലാവർക്കും പണത്തിന്റെ സ്വാധീനമാണ്. ഒരു പാവപ്പെട്ടവൻ പെടുന്നതിനെ പണക്കാരനാകുന്നെങ്കിൽ, ഒരു പാവപ്പെട്ടവൾ, ഒരു ഭർത്താവ് പണക്കാരനായാൽ, അല്ലെങ്കിൽ പണമുള്ളവരുടെ ആ അടിസ്ഥാന തത്വം ഒരു മഹിമയായി മാറിയാൽ, സഹോദരങ്ങളെ, അവിടെ പിന്നെ ഒരു ബന്ധങ്ങൾക്കും ഒരു രക്തബന്ധങ്ങൾക്കും ഒന്നും വിലയില്ല. ഒരു ജ്യേഷ്ഠ സഹോദരന് വിലയില്ല, ജ്യേഷ്ഠ സഹോദരിക്ക് വിലയില്ല. എല്ലാ സ്ഥലത്തും പരസ്പരം പരിചാരലാണ്. ഞാനാണ് എല്ലാത്തിലും നന്മയുള്ളവൾ, സ്വയമേ അങ്ങ് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഞാനാണ് നന്മയുള്ളവൾ, ഞാനാണ് നന്മയുള്ളവൻ, അവനിതൊന്നും ഒരു കഴിവില്ല എന്ന ചിന്ത. കഴിവ് കൊടുക്കുന്നതാരാ? അധികാരം കൊടുക്കുന്നതാരാ? പവർ കൊടുക്കുന്നവനാരാ? പണം നൽകുന്നവനാരാ? ആരെന്നറിയോ? മനുഷ്യവർഗത്തെയും വർഗത്തെയും എല്ലാം സൃഷ്ടിച്ച് ആരാധിക്കാൻ പറഞ്ഞ ആ യജമാനായ അല്ലാഹു തൂത്തിൽ മുൽക്ക് മന്ദശാവതുൽ മന്ദശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ അധികാരങ്ങളും യജമാനായ റബ്ബാ, എല്ലാ സ്വാധീനങ്ങളും യജമാനായ റബ്ബാ. അധികാരമില്ലാത്ത ചെങ്കോലെടുത്ത് കളയുന്നതും അല്ലാ, ആ ചെങ്കോലിനെ കൊണ്ടുവരുന്നതും അല്ലാ. എല്ലാം ഉയർത്തുന്നവനും അല്ലാ, എല്ലാവരെയും താഴ്ത്തുവരുന്നവനും അല്ലാ. എല്ലാം അവനാണെന്നുള്ള ബോധം, ആ ആത്മധൈര്യം, ആ കർത്തവ്യബോധം, ആ ചിന്താമണ്ഡലം അല്ലാഹുവാണ് നൽകുന്നവൻ. അധികാരങ്ങളെ എടുത്തു തരുന്നവനും എടുത്ത് കളയുന്നവനും അവൻ തന്നെ. നീ കരുതും നിനക്കെല്ലാം എന്റേതായ ചാരിത്രമുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, എനിക്ക് അധികാരങ്ങളെല്ലാമായ എല്ലാ സമ്പത്തിന്റെ കൂമ്പാരങ്ങളുണ്ട്. പൊന്നുമോനെ, പൊന്നുമോളെ, ഒരു നിമിഷം മതി അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ. അഹങ്കരിക്കണ്ട. ഒരു ആരോഗ്യത്തിന്റെ വിഷയത്തിലും ഒരു കാര്യത്തിന്റെ വിഷയത്തിലും അധികാരം നമുക്കില്ല. അഹങ്കാരത്തിന്റെ സർവ്വസിഫുകളും എല്ലാം തുടങ്ങിയത് അല്ലാഹു മാത്രമാണ്, ജഗതിയന്താവായ തമ്പുരാൻ മാത്രമാണ്. വേറെ ആർക്കും അതിന് കഴിയില്ല. അവനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എല്ലാ കഴിവും അവനാണ്, അവനെ പോലത്തെ ശക്തി വേറെയില്ല. ലാ ഹൗല, ഒരു ശക്തിയില്ല, ഇല്ലാ ഖുവത. റബ്ബുൽ ഇസ്സത്തായ എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്ന യജമാനനായ അല്ലാഹു അല്ലാതെ ശക്തിയില്ല. അലീം, അലീം, അവൻ ഉന്നതനാണ്, അവൻ മഹാനുമാനത്രേ. അതുകൊണ്ട് എനിക്കൊന്നുമില്ല റബ്ബേ, എന്നെ ഒരു ജലദോഷത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്, എന്നെ ചെറിയ ഇറമ്മിന്റെ രക്ഷയിൽ നിന്നും മോചിപ്പിക്കുന്നത്, എന്റെ തിമിംഗലത്തിൽ നിന്നും എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബ് മാത്രമാണ്.
എല്ലാ അധികാരങ്ങളുടെയും എല്ലാ അധികാരികളുടെയും എല്ലാ നീതിയില്ലാത്തവരുടെയും നീതിയുള്ളവന്റെയും എല്ലാം യജമാനൻ എന്റെ റബ്ബാ അവനാണ്. അതിന്റെ ഇടയിലുള്ളതിനെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനൻ ആ യജമാനായ റബ്ബ് മാത്രമാ.